ബാംഗ്ലൂരിൽ ഞങ്ങളെ ഡേ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാറ്. പിന്നെ ഇതാ കണ്ടില്ലേ, അപ്പത്തിൻ്റെ മാവൊന്നും പൊങ്ങാറുണ്ടായിരുന്നില്ല. അത് കാരണം തലേന്ന് രാത്രി ഞാനിപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ മേലെ റൈസ് കുക്കറിൽ എടുത്ത് വെച്ച് മൂടി വെച്ചിട്ടാണ് കേട്ടോ അതിപ്പോൾ ഒന്ന് സെറ്റായി വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. രാവിലത്തേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് സാധാരണത്തെ അത്ര നന്നാവില്ലെങ്കിൽ പോലും ഒരുവിധം നന്നായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ആർക്കും എണീക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് കിടന്നുറങ്ങാൻ തോന്നി. കാരണം നല്ല തണുപ്പാണ് ഇവിടെ. ഈ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, എനിക്ക് ദേവൂട്ടിനോട് പാവം തോന്നി. കാരണം അവൾക്ക് ഈ തണുപ്പത്ത് സ്കൂളിൽ പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് 8:30 അവൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തണം. അത് കാരണം ഞങ്ങൾക്കും നേരത്തെ എണീച്ചേ പറ്റുള്ളൂ. ഇന്നായിരുന്നു ഉച്ചയ്ക്കായിരുന്നു ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യത്തിൽ ഹെൽപ്പായി എന്ന് പറയാം. കാരണം ഏട്ടൻ കണ്ടറിഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്തു തരും കേട്ടോ. പിന്നെ ഇതാ മോള് സാധാരണ പോകുന്നുണ്ടായിരുന്നത് സ്കൂൾ വാനിലാണ് കേട്ടോ. അച്ഛൻ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് സ്കൂൾ വാനിൽ പോകാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ കൂടെ തന്നെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു.